പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകൾ തുറന്ന് ദിവികാരുണ്യത്തിലേക്ക് നോക്കി. ഇതാ നമ്മെ കാണുന്ന കർത്താവ് അൾത്താരയിലുണ്ട്. ഇന്നോളം നമ്മെ കൈപിടിച്ച സ്നേഹമാണ് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളിലൊക്കെ ഞാൻ നിൻ്റെ കൂടെയുണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇതാ ഈ അൾത്താരയിൽ. ആ കർത്താവ് യെശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞത്, ഞാൻ നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. നിന്നെ കാണുകയും നിന്നെ കേൾക്കുകയും നിന്റെ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ് അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. നീ കടന്നു പോകുന്ന എല്ലാ ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളിലും ആ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ആ വിശ്വാസത്തോടെ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് നിൽക്കുന്ന മക്കളാണ്. ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും ഞെരുക്കങ്ങളൊക്കെ ഉള്ള മക്കൾ ഇതിനകത്തുണ്ട്. രോഗാവസ്ഥകളുടെ നടുവിൽ മനസ്സ് നീറിയും വേദനിച്ചൊക്കെ കഴിയുന്നവരുണ്ടാകാം. എല്ലാവരെയും നിന്റെ കാരുണ്യത്തിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു. ഒരുമിച്ച് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുട്ടുമേലായിരുന്നു, സ്വസ്ഥാനങ്ങളിലിരുന്നോ. നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലായിരിക്കുക. ഹൃദയം കൊണ്ട് കർത്താവിനോട് ഐക്യപ്പെട്ട് നിൽക്കുന്ന സമയമായത് മാറട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കപ്പുറമായി കർത്താവിൻ്റെ പരിഹരിക്കുന്ന മുഖം കാണാൻ നമുക്ക് പറ്റട്ടെ. നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾക്കും മീതെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ തലോടൽ അനുഭവിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. 116 സങ്കീർത്തനം 7-ാമത്തെ വചനത്തിൽ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവേ, നീ ശാന്തിയിലേക്ക് മടങ്ങുക. കർത്താവ് നിന്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും, കാലുകളെ ഇടർച്ചകളിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. എൻ്റെ ആത്മാവേ, നീ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും മടങ്ങുക. കർത്താവ് നിന്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു. ഈശോയെ, ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന എത്രയോ മക്കള് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, മനസ്സ് മുറിഞ്ഞും വേദനിച്ചും സങ്കടപ്പെട്ടൊക്കെ കഴിയുന്നവരുണ്ട്. കർത്താവെ, നീ മുറിവുണക്കുന്ന ദൈവമാണെന്ന് വചനത്തിൽ നീ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. നീ മുറിവേറ്റതും കാൽവരിയിൽ മുറിഞ്ഞതും ഞങ്ങളെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ. നിന്റെ മുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന് നീ പറഞ്ഞല്ലോ. ഈശോയെ, മനസ്സ് മുറിഞ്ഞും വേദനിച്ചും സമാധാനവും സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ടും കഴിയുന്ന മക്കളെ ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ, കർത്താവ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഈശോയെ, നിന്റെ സുഖപ്പെടുത്തുന്ന കരം ഇപ്പോൾ ആ മക്കളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം അടിച്ചേൽപ്പിച്ച ചില സങ്കടങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം. അപ്രതീക്ഷിതമായ ജീവിതത്തിൻ്റെ മേൽ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നത് പോലെ ആഞ്ഞടിച്ച ചില ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളുണ്ടാകാം. തമ്പുരാനെ, അതിലൂടെ സമാധാനവും സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ട്, എന്തിന് രാത്രിയിലെ ഉറക്കം പോലും നഷ്ടപ്പെട്ട അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ടാകാം. മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും
അസമാധാനത്തിലും ആയിരിക്കുന്ന അവസ്ഥ. അതിനത്തിലൂടെ കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ ആത്മാവേ ഈ സമാധാനത്തിലേക്ക് തിരിച്ചു വരിക, സന്തോഷത്തിലേക്ക് തിരിച്ചു വരിക. കാരണം കർത്താവ് നിന്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു. ഈ വചനം ഒന്ന് വിശ്വസിച്ചേറ്റെടുക്കാം. എൻ്റെ കർത്താവ് എൻ്റെ മേൽ, കർത്താവിൻ്റെ അനുഗ്രഹം വർഷിക്കപ്പെട്ടിരിക്കുന്ന സമയമാണിത്. അല്ലെങ്കിൽ കർത്താവ് തൻ്റെ കരം നീട്ടി തൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യുന്ന സമയമാണ്. ആത്മീയവും ഭൗതികവും ശാരീരികവും മാനസികവും വൈകാരികവുമായ എല്ലാ തലങ്ങളിലേക്കും കർത്താവിൻ്റെ സൗഖ്യം, അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ടാണ് അടുത്ത വചനത്തിൽ സങ്കീർത്തകൻ പറയുന്നത്, അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും, കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിക്കും. വാഗ്ദാനമാണ്. കർത്താവ് എൻ്റെ ജീവനെ അല്ലെങ്കിൽ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ ദൃഷ്ടികളെ, എൻ്റെ കണ്ണുകളെ കണ്ണീരിൽ നിന്നും, എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. കർത്താവേ, ജീവനറ്റ അനുഭവങ്ങളുമായി കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ടാകാം. നിരാശപ്പെട്ടും ആകുലപ്പെട്ടും മനസ്സ് മരവിച്ചും അസ്വസ്ഥയുടെ നടുവിലൊക്കെ കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ടാകാം. കർത്താവേ, ആത്മീയ ജീവൻ ഇല്ലാത്ത അവസ്ഥകള്, പാപത്തിൻ്റെ സ്വാധീനത്തിലും ബന്ധനത്തിലും ഒക്കെ കഴിയുന്നവര്, ഈശോയെ ജീവൻ നൽകണമേ. കണ്ണീര് തുടച്ചു മാറ്റുന്നാണല്ലോ അങ്ങ് പറഞ്ഞത്, കണ്ണുകളിൽ നിന്നും. ഈശോയെ, കണ്ണീരിൻ്റെ അനുഭവത്തിലൂടെ ആയിരിക്കുന്നവര് ഈ ആരാധനയിൽ പങ്കുചേരുമ്പോൾ മക്കളെ ഓർത്ത് കണ്ണുനീര് കുടിക്കുന്നവരുണ്ടാകാം. കുടുംബത്തിൻ്റെ ചില അവസ്ഥകളെ ഓർത്ത് കരഞ്ഞു വിലപിച്ച് കഴിയുന്നവരുണ്ടാകാം. ഭാവി ജീവിതം തകർന്നു പോയതിനെ ഓർത്ത്, ജീവിതത്തിൽ പരാജയപ്പെട്ടതിനെ ഓർത്ത്, പ്രതീക്ഷിച്ചതും സ്വപ്നം കണ്ടതൊന്നും ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റാതെ പോയതിൻ്റെ കണ്ണുനീരും ഭാരം പേറുന്നവരുണ്ടാകാം. കൈവയ്ക്കുന്നതൊക്കെ തടസ്സം നേരിടുക, അസ്വസ്ഥതകൾ നേരിടുക, വല്ലാത്ത മാനസിക സംഘർഷത്തിലും ദുരനുഭവത്തിലും കടന്നു പോകുന്നവര്, ജോലിയില്ലാതെ വേദനിക്കുന്നവര്, മക്കളില്ലാത്ത ദമ്പതിമാര്, ദാമ്പത്യ ജീവിതത്തിൽ വല്ലാത്ത ഉലച്ചിലുകളും അസ്വസ്ഥതകളും നേരിടുന്നതിൻ്റെ പേരിൽ നിരന്തരമായ കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും നടുവിൽ കഴിയുന്ന മക്കള്, സാമ്പത്തികമായി ഞെരുങ്ങുന്നവര്, ഈശോയെ ഇവിടെ കണ്ണുനീരിന് പരിഹാരം നൽകണമേ. ഇവിടെ ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും മോചിപ്പിക്കുമെന്നല്ലേ അങ്ങ് പറഞ്ഞത്. ഇവരുടെ കാലുകളെ ഇടർച്ചകളിൽ നിന്നും അങ്ങ് മോചിപ്പിച്ചിരിക്കുന്നു. ഈശോയെ, നീ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. ഈശോയെ, ഇതാ വിദൂരങ്ങളിൽ ഇരുന്ന്, വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് തമ്പുരാനെ നിന്നെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരോടും പറയാനില്ല, പങ്കുവയ്ക്കാനില്ല. തങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾ ആരുമായി ഷെയർ ചെയ്യാൻ പോലും പറ്റാതെ അടച്ചിട്ട മുറികളുടെ നടുവിലിരുന്ന് ഈശോയെ വേദനയോടെ കണ്ണുനീരോടെ നിന്നെ വിളിക്കുന്ന മക്കള്, നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലാത്ത ജീവിതങ്ങള്, മുന്നോട്ട് പോകാൻ ഒരു വിധത്തിലും പറ്റാത്ത രീതിയിൽ വല്ലാത്ത തടസ്സങ്ങൾ നേരിടുന്നവര്, ഈശോയെ നിന്നെ അനുഗ്രഹിക്കുന്ന കരം നീട്ടണമേ. നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് വചനത്തിലൂടെ നീ വാഗ്ദാനം ചെയ്തതുപോലെ നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മക്കളെ ഇപ്പോൾ നിറയ്ക്കണമേ. ഈശോയുടെ കണ്ണുനീര് നീ ഏറ്റെടുക്കണമേ. ഇവിടെ വേദനകളെ നീ ഏറ്റെടുക്കണമേ. ഈശോയെ, കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ വേദനകളെ, നിങ്ങളുടെ സങ്കടങ്ങളെ, നിങ്ങളുടെ കുടുംബമൊക്കെ കടന്നു പോകുന്ന അവസ്ഥകള്, ഭൗതികവും ആത്മീയവുമായ മേഖലകളിൽ അനുഭവപ്പെടുന്ന വേദനകളും സങ്കടങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി, കർത്താവേ നിന്റെ കാരുണ്യം ചൊരിയണമേ, നിന്റെ സ്നേഹം ചൊരിയണമേ, നിന്റെ വലതുകരം നീട്ടി ഞങ്ങളെ സുഖപ്പെടുത്തണമേ. മാരകമായ രോഗത്തിന്റെ നടുവിലും മാറാ രോഗങ്ങളുടെ നടുവില് വേദനിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ചില രോഗാവസ്ഥകളുടെ നടുവിൽ വേദനിക്കുന്നവരുണ്ട്. സുഖപ്പെടുത്തണമേ കർത്താവേ, സുഖപ്പെടുത്തണമേ കർത്താവേ, സൗഖ്യം നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഇതാ ഒരു സമൂഹമായി, ഒരു കുടുംബമായി നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ മക്കളുടെ വേദനകളെ ചേർത്ത് വെച്ച് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇവരുടെ സങ്കടങ്ങളെ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ആരാധിക്കുന്നു. ഇവരുടെ കണ്ണുനീരിലേക്ക് കർത്താവേ നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി ഈശോയെ നന്ദി. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി. കരങ്ങൾ കൂപ്പി ആശ്വാസം നീയേ ആശ്രയം നീ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആമേൻ. ഇമ്പവും നീയേ ഇണയും നീ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഈശോ ആശ്വാസം നീയേ ആശ്രയം നീ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആമേൻ. ഇമ്പവും നീയേ ഇണയും നീ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. എന്നീശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. എന്നീശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ ആമേൻ. കൂപ്പുകരങ്ങളോടെ ദിവ്യകാരുണ്യേശ്വരുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. നമ്മൾ സമർപ്പിച്ചതും ആരോഗ്യ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തിയോ ആരുടെയൊക്കെ നിയോഗങ്ങൾ നമ്മൾ ചേർത്ത് വെച്ചോ ആ വിഷയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കാം. ആ വിശ്വാസത്തോടെ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ പ്രത്യേക പ്രാർത്ഥനകളെ നിയോഗങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന.